ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ചോറും ഒരു തക്കാളിയും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചോറ് വെച്ചിട്ട് നമുക്ക് പല പല ബ്രേക്ക്ഫാസ്റ്റുകൾ ഉണ്ടാക്കിയെടുക്കാം. ഇനി ചോറ് നിങ്ങൾക്ക് ബാക്കി വന്നുള്ള ബേജാറേ വേണ്ട കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഒരു ബൗൾ ചോറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ചോറെടുക്കുമ്പോൾ അളന്ന് തന്നെ എടുക്കുക കേട്ടോ. ഏത് പാത്രത്തിലാണ് നിങ്ങൾ ചോറ് എടുക്കുന്നത് അതിനനുസരിച്ച് വേണം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മളിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേ ബൗളിൽ ഞാൻ ഒരു ബൗള് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പത്തിരിപ്പൊടിയാണ് കേട്ടോ. ഇത് വറുക്കാത്ത പൊടിയാണ്. വറുത്ത പൊടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടുന്നുള്ളൂ. പിന്നെ അതേ അളവിൽ നമ്മൾ അരപ്പാത്രം റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതേ ബൗളിൽ തന്നെ അരപ്പാത്രം റവയാണ്, അതുകൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പാത്രത്തിൽ തന്നെ നമ്മൾ വെള്ളം അളന്നെടുക്കുക. അപ്പോൾ ഇതാ ഒരു കപ്പ് വെള്ളം ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടാമത്തെ കപ്പ് വെള്ളവും നമ്മൾ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കണില്ല, പകുതി ഞാനവിടെ ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഒരു വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒന്ന് ഇളക്കി കൊടുക്കാം. കട്ടകളൊന്നും ഉടഞ്ഞ് കിട്ടണ്ട, നമ്മളൊന്ന് ഇളക്കിയെടുത്താൽ മതി. ഇത് ഇത്തിരി ലൂസിൽ തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷെ നമുക്ക് അരച്ച് കിട്ടാൻ പാകത്തിന് നമുക്ക് 1.5 പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മളിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പകുതി ഭാഗമാണ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പകുതി ഭാഗം നമുക്ക് വേറെ ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ആദ്യം നമ്മൾ പകുതി ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മൾ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ മിക്സിയുടെ ജാറിൽ തന്നെ ബാക്കിയുള്ളത് കൂടി അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനോടൊപ്പം നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം ഈ മാവൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ മാവിൻ്റെ അടിയിൽ കുറച്ച് മാവ് ഇങ്ങനെ തരിതരിപ്പായിട്ടൊക്കെ നിൽക്കുന്നുണ്ടല്ലോ, അതൊന്ന് വേസ്റ്റ് ആക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂണും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ചുഴറ്റിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ ഒരു തക്കാളി കാണിച്ചു തന്നല്ലോ, ആ തക്കാളി ഒന്ന് നീളത്തിൽ കീറി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ടൈപ്പിലാണോ നിങ്ങൾ മിക്സിയിൽ അരയുക അതിനനുസരിച്ചിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ തക്കാളി ഇത്തിരി പഴുത്ത തക്കാളി ആണെങ്കിലും കുറച്ചൊരു ബലമുള്ള സൈസ് തക്കാളിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അരിഞ്ഞ് കിട്ടാനും കുറച്ച് പ്രയാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അതൊന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 3 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരെണ്ണമൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 3 കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും പോകുന്നൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്, അതുകൂടി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതുകൂടി കട്ട് ചെയ്തിട്ടിട്ട് നമ്മളിത് ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഇല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അത് വന്നിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 1-2 തക്കാളി പീസൊക്കെ ചെറുതായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ അതിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട് അരയാത്തത്. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി നമ്മൾ ബാക്കി വന്ന വെള്ളം ഉണ്ടല്ലോ, അത് നമ്മൾ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് മാത്രം പോരാ, നമ്മൾ കുറച്ച് ലൂസിലാണ് ഇത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ 1/2 ബൗളും കൂടി വെള്ളം എടുക്കുന്നുണ്ട്, അതുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് തിക്കിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1/2 ബൗളും കൂടി വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. കണ്ടല്ലോ. അപ്പോൾ ഇതാ 1/2 ബൗളും കൂടി വെള്ളം എടുത്തിട്ടുണ്ട്, അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ബേക്കിംഗ് സോഡ, ഈനോ അങ്ങനെയുള്ളതൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വെറും ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അരയാണ്ട് 2 കഷ്ണം തക്കാളി ഇതിൽ കിടക്കുന്നുണ്ട്, അത് ഞാനിതൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ടിത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. നല്ലോണം മിക്സാക്കി എടുക്കുക കേട്ടോ. ഈ ഉപ്പൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തും മിക്സ് ആകുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത്. നല്ല ലൂസിലാണ്, നല്ല തിക്കിലും അല്ല എന്നാൽ നല്ല ലൂസിലും അല്ല. ഇതുപോലെയാണ് കേട്ടോ വേണ്ടത്. കറക്റ്റ് അളവ് വെള്ളം എടുക്കുക. ഇനി
നമ്മൾ വറുക്കാത്ത പൊടി വെച്ചാൽ ഇത്രയും വെള്ളം മതിയാവും, വറുത്ത പൊടി വെച്ചാൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും. ഞാൻ കുറച്ച് കറിവേപ്പില ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു 2 തണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചട്നി ഉണ്ടാക്കിയെടുക്കാം. ചട്നിയുടെ ആവശ്യമൊന്നുമില്ല, നമുക്ക് നല്ല ചൂടോടെ നല്ല മുരിപ്പിച്ചെടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പക്ഷേ ഈ ചട്നി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു കഷ്ണം ഇഞ്ചി, ഒരു 6-7 അല്ലി ചെറിയ ഉള്ളി, പിന്നെ ഒരു 4 പച്ചമുളകും നടുക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് നടുക്ക് കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എരിവ് നിങ്ങൾക്ക് വേണ്ടതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. എനിക്കിവിടെ നല്ല എരിവാണ്, അതുകൊണ്ട് ഞാൻ 4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് കൂടുതൽ നേരം ഒന്ന് വഴറ്റിയെടുക്കേണ്ട, 1 മിനിറ്റൊക്കെ വഴറ്റിയാൽ മതിയാകും. എന്നിട്ട് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പൊട്ടുകടല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, ഒരു 2 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ഒരു പച്ചമണം മാറോളം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾ പച്ചമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് വെള്ള ചട്നി ആയി കിട്ടും. അതല്ല നിങ്ങൾക്ക് മുളക് പൊടിയാണുള്ളതെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ചുവപ്പ് ചട്നി ആവും. അപ്പോൾ ഇത് ഞാനൊരു ചെറിയ കഷ്ണം പുളിയാണ് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. കുറേ നേരം ഒന്നും ഇളക്കണ്ട. ഇതിൻ്റെ ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും വെളുത്തുള്ളി ഇട്ടിട്ടില്ല, പൊട്ടുകടലയുടെ ഒക്കെ ഒന്ന് കളറ് മാറുകയുള്ളൂ, ഒന്ന് ഇളക്കിയെടുത്താൽ മതി കേട്ടോ. ഇനി ആ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്, ഇത്രയും മതിയാവും കേട്ടോ. കുറച്ച് നേരം ഇളക്കിയെടുത്താൽ മതി. ഇനി ഇതൊന്ന് ചൂടാറട്ടെ, അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ദോശ ചുട്ടെടുക്കാം. അപ്പം നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ട് ഒന്ന് എണ്ണ തടവി കൊടുക്കുക കേട്ടോ. പഴയ പാന് നല്ലോണം ചൂടാവണം കേട്ടോ, ചൂടാവാണ്ട് ഒഴിച്ചു കൊടുക്കരുത്. ചൂടാവാണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു ഒരു മിണുമിണുപ്പായിട്ടൊരു ഒന്നിനായി കിട്ടും, എന്തെന്നാണ് പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുപോലെ ആവും കേട്ടോ. അപ്പോൾ നമ്മളിതങ്ങനെ ചൂടായതിൻ്റെ ശേഷം ഇതങ്ങനെ തവിയിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആവണം കേട്ടോ. ഇപ്പം നമുക്ക് കാണുമ്പോൾ ദോശ തിക്കിലാണെന്ന് തോന്നും, പക്ഷേ ഇത് മെലിഞ്ഞ് വരുമ്പോൾ നല്ല കനം കുറച്ച് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മയം വറ്റി വരുമ്പോൾ നമുക്കിതിൽ എണ്ണ തേച്ച് കൊടുക്കാം കേട്ടോ. എണ്ണ തേച്ച് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ എണ്ണ കൂടി തേച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിയും കിട്ടും, നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യൊക്കെ തേച്ച് കൊടുക്കാം, നെയ്യോ ബട്ടറൊക്കെ തേച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്നുകൂടി മെലിഞ്ഞ് വരട്ടെ. അപ്പോൾ മെലിഞ്ഞ് വന്നതിന് ശേഷം മറിച്ചിടാം കേട്ടോ, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകും. അപ്പോൾ ഒന്നുകൂടി മെലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ഈസി ആയിട്ട് തന്നെ മറിച്ചിടാൻ കിട്ടും കേട്ടോ. പിന്നെ നല്ലോണം ഒന്ന് മെലിഞ്ഞതിൻ്റെ ശേഷം മറിച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് ഒന്നും കൂടി മെലിഞ്ഞ് വരും നമ്മൾ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് നല്ല കനം കുറച്ചിട്ട് തന്നെ ഈ ദോശ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ ദോശ ആവുകൊണ്ട് ഒന്ന് ചെറുതായി പൊട്ടിയിട്ടുണ്ട്, പിന്നുള്ളതൊന്നും പൊട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനൊന്നും കൂടി എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് വേണം കേട്ടോ നമ്മുടെ മാവ് എടുക്കാൻ, അല്ലെങ്കിൽ അടിയിൽ നമ്മൾ റവ ആയതുകൊണ്ട് ഊറിപ്പോകും. അപ്പോൾ എടുക്കുമ്പോൾ നമ്മൾ മാവ് നല്ലോണം ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. എല്ലാ ഭാഗവും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മെലിഞ്ഞ് വരട്ടെ. മെലിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതിൽ എണ്ണ തൂവി കൊടുക്കാം. ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി, കൂടുതലൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. അതുപോലെ ഒന്ന് ബ്രഷ് മേലെ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നല്ലോണം മെലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ് കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. നമ്മൾ ചോറൊക്കെ ബാക്കി വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ചോറ് കൂട്ടിയിട്ടാണെന്ന് വെച്ചിട്ട് ഇത് ഒരിക്കലും ഒട്ടിപ്പിടിക്കുകയോ ഒരു മിണുമിണുപ്പോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ ചോറ് വെച്ചിട്ടുള്ള നല്ല റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാം. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകളാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുക വെച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ദോശ നമ്മൾ ചുട്ടെടുത്തത് നല്ല കനം കുറച്ചിട്ട് തന്നെ നമുക്ക് പേപ്പർ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, ഇത് കഴിക്കാൻ ഇങ്ങനെ പേപ്പർ പോലെ ആവുകൊണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാൻ. ഇതിനി വേണമെങ്കിൽ നിങ്ങൾക്ക് മുരിപ്പിച്ചെടുത്തിട്ടും വേണമെങ്കിൽ കഴിക്കാം. ഞാൻ അങ്ങനെ മുരിപ്പിച്ചെടുക്കണില്ല, അപ്പോഴൊക്കെ കഴിക്കുകയാണെന്ന് വെച്ചാൽ മുരിപ്പിച്ചെടുത്ത് കഴിക്കാം. ഇതിപ്പോൾ ആ കുട്ടികളൊന്നും നീട്ടിട്ടില്ല, ചിലവർ സ്കൂളിൽ പോയി അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരൊക്കെ നീറ്റ് വരുമ്പോഴേക്കും ഞാൻ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അങ്ങനെ മുരിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ ഇത് ഞാനൊന്ന് മുരിപ്പിച്ചെടുക്കുന്നുണ്ട്, ഒന്ന് ചെറുതായിട്ട് മുരിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചൂടോടെ കഴിക്കാം, നല്ല കട്ടൻ ചായയുടെ ഒപ്പം വെറുതെ കഴിക്കാൻ നല്ല
ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ചട്നി വെച്ചിട്ടും കഴിക്കാം കേട്ടോ. നല്ല രുചിയാണ് കേട്ടോ. കണ്ടല്ലോ, നല്ല കനം കുറച്ച് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പേപ്പർ പോലെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചോറ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ആർക്കും ഇത് മനസ്സിലാവില്ല. അപ്പോൾ ഇതുപോലെ ചോറ് വെച്ചിട്ട് നല്ല റെസിപ്പികൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചമ്മന്തി അരച്ചെടുക്കാം, ചട്നി. അപ്പോൾ ഇത് നമ്മൾ ചൂടാറിയതിന് ശേഷം മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രണ്ട് ചട്നി വേണോ അതിനനുസരിച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനൊരു ചെറിയ മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ആക്കാം. എന്നിട്ട് ഈ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുക്കുക. നിങ്ങൾക്ക് എത്ര തിക്ക് വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചെടുക്കുക കേട്ടോ. ഈ ദോശയ്ക്ക് അധികം തിക്കില്ലാണ്ടാണ് കേട്ടോ ചട്നി നല്ലത്. അപ്പോൾ ഞാൻ ഇത് മിക്സിയുടെ ജാറിൽ വേസ്റ്റായി പോകണ്ടെന്ന് വെച്ചിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കടുവും കുറച്ച് കറിവേപ്പില ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. വറ്റൽമുളക് കയ്യിലുണ്ടെങ്കിൽ അത് കൂടി ചേർത്ത് കൊടുത്തോ. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചട്നിയുടെ കൂടെ നമ്മൾ ഈ ദോശ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എന്നും ഒരുപോലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി മടുത്തെങ്കിൽ ഇടയ്ക്കൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്കും നിങ്ങളെ ഭർത്താക്കന്മാർക്കും എല്ലാവർക്കും നിങ്ങളോട് നല്ലൊരു ഇഷ്ടമൊക്കെ തോന്നും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.